Hello everyone, welcome to another video of weekly updates from Insight Research Analytics. കഴിഞ്ഞ 5 മാസത്തെ കണ്ടിന്യൂസ് സെല്ലിംഗിന് ശേഷം നമ്മുടെ മാർക്കറ്റ് മാർച്ചിലെ ഫസ്റ്റ് വീക്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റ്സ് നോക്കുമ്പോൾ ഫ്രൈഡേ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നെങ്കിലും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ലോസോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ട്രംപിന്റെ താരിഫ് റിലേറ്റഡ് അനൗൺസ്മെന്റുകളും അതുപോലെ തന്നെ ചൈനയിലെ ഡീപ് സീക്കിന് ശേഷം ഉണ്ടായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തുള്ള ന്യൂസ് ഫ്ലോസുമാണ്. ഇത് അമേരിക്കൻ ടെക്നോളജി കമ്പനികളെ വലിയ രീതിയിലായി നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകൾ എല്ലാം കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വളരെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റുകളിൽ വീണ്ടും ഒരു വലിയ രീതിയിലുള്ള വോളറ്റൈലിറ്റിക്ക് ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വോളറ്റൈലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മിക്സ്ഡ് ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സ് വീക്ക് ടു വീക്ക് ക്ലോസിംഗ് വീക്ക് ആയിരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ കമ്മ്യൂണിറ്റീസും എക്സ്പെക്ട് ബ്രെന്റ് ക്രൂഡ് ഓയിലും അയണോറും ഒഴികെ എല്ലാ കമ്മ്യൂണിറ്റീസിനും വളരെ ബെറ്റർ ആയിട്ട് ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈവൻ ഗോൾഡിനായാലും $2,911 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിൽവർ $32.8 പെർ ഔൺസിന് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നു. കോപ്പർ, സിങ്ക്, അലുമിനിയം ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുമ്പോൾ റുപ്പി ബെറ്റർ ആയിട്ടാണ് $USD അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും 86.92 രൂപ പെർ ഡോളറിനാണ്. ഇത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ്. വലിയ രീതിയിലുള്ള പദ്ധതികളും അനൗൺസ്മെന്റുമാണ് ചൈനീസ് ഗവൺമെന്റ് ജനറേറ്റീവ് AI രംഗത്ത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് ടെക്നോളജി സ്റ്റോക്കുകൾ എല്ലാം തന്നെ നല്ല രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ടെക്നോളജി രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ഷിഫ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ കമ്പനികളുടെ കോസ്റ്റ് ആയിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ 20-1 മാത്രമാണ് ചൈനീസ് AI ടൂളിന് വേണ്ടി വരുന്നത്. അതേസമയം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. ഒപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് ചൈന $15 ബില്യൺ ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക $5 ബില്യൺ. ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത് അറൌണ്ട് $0.8 ബില്യൺ ആണ്. അപ്പോൾ ചൈനയുടെ സുപ്രീമസി ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കും. ഇത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ചൈന പുറത്തുവിട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചൈനയിൽ പ്രൈമറി സെക്കൻഡറി സ്കൂളുകളിൽ സെപ്റ്റംബർ 9 മുതൽ AI കോഴ്സ് നിർബന്ധമാക്കുകയാണ്. ഒരു വർഷം 8 മണിക്കൂർ തീർച്ചയായും ഇത്തരത്തിലുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾ കുട്ടികളോട് ജനറേറ്റീവ് AI ടൂളുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള അനൗൺസ്മെന്റുകൾ നടത്തുമ്പോൾ ചൈനീസ് ഗവൺമെന്റ് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് ചൈനീസ് കമ്പനികളും അതുപോലെ തന്നെ ചൈനീസ് ടെക് കമ്പനികളും എല്ലാം നടത്താൻ പോകുന്നത്. മൈക്രോസോഫ്റ്റിന്റെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് വീക്ക് പുറത്തു വന്നിരുന്നു. ടോപ്പോ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു മാറ്റർ റിസർച്ചിൽ കൂടെ അവർ കണ്ടെത്തി. സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആണ് ഇപ്പോൾ നമുക്ക് അറിയുന്ന മാറ്റേഴ്സ്. ഇതിനെല്ലാം പുറമെ ടോപ്പോ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു മാറ്റർ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു മാറ്റർ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിൽ ആക്റ്റീവ് റോളായി വഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. കാരണം നമ്മൾ 10-20 വർഷം എടുത്ത് സോൾവ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ കൂടെ നമുക്ക് 1-2 മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നതാണ് യാഥാർത്ഥ്യം. ഭാരത് ഫോർജിന്റെ സബ്സിഡറി കല്യാണി പവർ ട്രെയിൻ കൊമ്പാൽ ഇലക്ട്രോണിക്സ് ആയിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. X86 പ്ലാറ്റ്ഫോം സെർവേഴ്സ് ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് തീരുമാനം. ധാരാളം ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു കമ്പനിയാണ് ഭാരത് ഫോർജ്. ആൻഡ് അവർക്ക് ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഒപ്പം ടാറ്റ പവറിന് ആന്ധ്രാപ്രദേശിൽ 7 GW റിന്യൂവബിൾ എനർജി പ്രോജക്ട് തുടങ്ങാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട്. 49,000 കോടി രൂപയാണ് അവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. റിന്യൂവബിൾ എനർജി രംഗത്തുള്ള ടാറ്റ പവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇത്. ഇനി നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൊമെന്റമാണ്. ഈ ധനകാര്യ വർഷത്തെ അവസാനത്തെ മാസമാണ് മാർച്ച് മാസം. സാധാരണ രീതിയിൽ ധനകാര്യ വർഷത്തെ അവസാന മാസം മുതൽ മാർക്കറ്റിൽ ഒരു മുന്നേറ്റമാണ് കാണാറ്. പക്ഷെ ട്രംപിന്റെ താരിഫ് ഇഷ്യൂസ് അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഇഷ്യൂസ് ഒക്കെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ അതിൻ്റെതായ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഒരു പോസിറ്റീവ് മൊമെന്റമാണ് നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സെന്റിമെന്റോട് കൂടെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റ് ഫർദറായി താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.